മിനിസ്റ്റർ, സാധാരണ ഇപ്പോൾ ഒരു സർക്കാരിൻ്റെ കാലാവധി എന്ന് പറയുമ്പോൾ ഒരു 5 വർഷം കാലാവധിയുടെ അവസാന ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായി സാധാരണഗതിയിൽ ഏറ്റവും ശക്തമായി ഉയർന്നു വരുന്നൊരു ചർച്ച ഭരണവിരുദ്ധ വികാരം നേരിടുന്നുണ്ടോ എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ തുടർഭരണത്തിലൂടെ 10 വർഷം കേരളം ഭരിച്ച് 10ാം വർഷത്തിലാണ്. അപ്പോൾ എത്രമാത്രം സ്വാഭാവികമായി വേണമെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് വിചാരിക്കാം പ്രതിപക്ഷത്തിൻ്റെ ഒരു ആക്രമണം, ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട അജണ്ട വരാം. പക്ഷേ നിലമ്പൂരിൽ നിങ്ങൾക്കൊക്കെ അനുഭവപ്പെടുന്നത് ഇടതുമുന്നണിയുടെ കാഴ്ചപ്പാടിൽ താഴെ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെതിരായ ഒരു വികാരം രൂപപ്പെടുന്നുണ്ടോ? അങ്ങനെ ഏതെങ്കിലും സൃഷ്ടിപരമായ പ്രശ്നം അവതരിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? പ്രതിരോധത്തിൽ എന്നതിനപ്പുറത്തേക്ക് വളരെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയങ്ങളെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും യഥാർത്ഥത്തിൽ ഇടതുമുന്നണിയും സർക്കാരും അതിൻ്റെ രാഷ്ട്രീയവും എന്നതാണോ അവസ്ഥ? ഏതാണ് കാണുന്നത് താങ്കൾ? ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വികസന രംഗത്തും ക്ഷേമപ്രവർത്തനങ്ങളിലും സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൈവരിച്ചതിൻ്റെ ഇത് വെറുതെ വാചകമല്ല. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന കാര്യങ്ങൾ നേട്ടമുണ്ടാക്കി എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പ് അധ്യാപകർ കുട്ടികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് വീട്ടിൽ കൊടുത്തു വിടുന്നത് പോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമ്മുടെ ഹെഡ് മാസ്റ്റർ കൃത്യമായി ആ പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ ജനങ്ങളുടെയും മുമ്പിൽ വീട്ടിൽ അവതരിപ്പിക്കുകയാണ്. ഇങ്ങനൊരു സംസ്ഥാനം ഇന്ത്യയിൽ വേറെ പ്രതിപക്ഷത്തിന് അതിന് എന്താ പറയുക? നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് കാര്യം ഓരോരുത്തർക്കും വിശകലനം ചെയ്യാൻ ഫാക്റ്റ് ആൻഡ് ഫിഗർ, അല്ലാതെ വാചകമൊഴിയല്ല. അക്കമിട്ട് കൃത്യമായി രേഖകൾ സഹിതം ആധികാരികമായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ മറ്റു സ്റ്റേറ്റിലില്ല. നമുക്കെടുത്ത് പറയത്തക്കല്ലേ. അപ്പോൾ കഴിഞ്ഞ 1ാം പിണറായി സർക്കാർ 600 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നതെങ്കിൽ 2ാം പിണറായി സർക്കാർ 900 കാര്യങ്ങളായിരുന്നു പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്. ഞങ്ങളതിൽ എത്ര എണ്ണം ചെയ്തില്ല എന്ന് അക്കമിട്ട് പറഞ്ഞിട്ടാണ് ജനങ്ങളുടെ മുമ്പിൽ വരുന്നത്. ആ പറയുന്നത് വെറുതെ പറയലല്ല. അതിങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മുടെ മലയോര ഹൈവേ ഇപ്പം ഇതിലൂടെ വരുന്നില്ല, നിലമ്പൂർ വഴി നമ്മൾ കണ്ടല്ലോ. മനോഹരമായ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഗെയിൽ പൈപ്പ് ആർക്കും നിഷേധിക്കാൻ പറ്റുമോ? നമ്മുടെ കൊച്ചി മെട്രോ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? 1, 2, 3 ഘട്ടങ്ങൾ വാട്ടർ മെട്രോ നിഷേധിക്കാൻ പറ്റുമോ? കൂടംകുളം ലൈൻ നിഷേധിക്കാൻ പറ്റുമോ? വിഴിഞ്ഞം ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഇപ്പോൾ ശബരി വിമാനത്താവളം വരുന്നു, അതുപോലെ റെയിൽവേ വരുന്നു. ഇതെല്ലാം വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന രൂപമാണെങ്കിൽ ശരി. അപ്പോൾ നിലമ്പൂരിൽ കണ്ട പ്രതിപക്ഷമോ? നിലമ്പൂരിൽ കണ്ട പ്രതിപക്ഷത്തിൻ്റെ പാപ്പരത്വമാണ് അവർ ഈ പെൻഷനെ ഉൾപ്പെടെ പരിഹസിച്ച് അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് കൊടുക്കുന്ന കോഴയാണ് അല്ലെങ്കിൽ കൈക്കൂലിയാണെന്ന് പറയേണ്ട ഗതികേടിലേക്ക് എത്തിയത്. കൊടുക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് രസമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് പെൻഷൻ കൊടുക്കുന്നില്ലെന്ന് ചോദിച്ചാൽ അത് സൃഷ്ടിപരമായ പ്രശ്നമാണ്. കൊടുക്കുന്നത് കോഴയാണെന്ന് പറയുന്ന രൂപത്തിലേക്ക് വരുമ്പോൾ അവരെത്ര അസഹിഷ്ണുതയോടുകൂടിയാണ് ആ കൊടുക്കുന്നതിനെ കാണുന്നത്. മുമ്പ് 980 യഥാർത്ഥത്തിൽ കർഷക തൊഴിലാളി പെൻഷൻ 45 രൂപ വെച്ച് നയനാർ ഗവൺമെന്റ് പ്രഖ്യാപിക്കുമ്പോൾ അന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് കെ കരുണാകരൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട് നമ്മളിപ്പോഴും. എന്തായിരുന്നു? അത് പ്രത്യുൽപാദനപരമല്ല, കൊടുക്കാൻ പാടില്ല. ആ പെൻഷനെ വിളിച്ച് ആക്ഷേപിച്ചവരാണ്. അല്ല, രാഷ്ട്രീയ രംഗത്ത് ഈ ഒരു വാക്കിന് ഇങ്ങനൊരു സ്കോപ്പ് ഉണ്ടെന്ന് ആദ്യം തെളിയിച്ചയാൾ അദ്ദേഹമാണ്. പിന്നീട് അത് നിരന്തരം നമ്മുടെ ചെറിയ പ്രായം മുതൽ കേൾക്കുന്നതാണ്. പ്രത്യുൽപാദനപരമല്ല. അതിങ്ങോട്ട് വന്ന് നോക്ക്, നമ്മളത് 45-ൽ നിന്ന് 1600-ൽ എത്തിച്ചതിന്റെ പങ്ക് ഇടതുപക്ഷ ആർശങ്കറിലൂടെ അതിനകത്ത് മറ്റൊരു ചരിത്ര സൃഷ്ടിക്ക് കോൺഗ്രസ് മുതിർന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസ് ഇത്തരത്തിലുള്ള പുരോഗമനപരമായ പാവങ്ങളോട് നമ്മൾ പ്രതിബദ്ധതയോടെ എടുക്കുന്ന സമീപനങ്ങളെയെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചതിന്റെ ഉള്ളടക്കങ്ങളാണ് കോൺഗ്രസിന്റെ ഉന്നതന്മാരായ വിവിധ മുഖ്യമന്ത്രിമാരിൽ നിന്നും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. സമീപകാലത്ത് നിലമ്പൂരിൽ വെച്ച ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും ചേർന്നൊരു വീഡിയോ സൃഷ്ടിച്ചു ഇതുമായി ബന്ധപ്പെട്ട്. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അതിലേക്കല്ല വരുന്നത്. ഈ വീഡിയോ ഒരു പെൻഷൻ വാങ്ങുന്ന ഒരാളെ കാണിക്കുമ്പോൾ അദ്ദേഹം ഇത് കണ്ടിട്ട് വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ കണ്ടിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രതികരണം വരുന്നുണ്ട്. അത് വളരെ ശ്രദ്ധയോടെ നമ്മൾ അറിയേണ്ട. അദ്ദേഹം പറയുന്നത് എന്താണ്? പിന്നെ കൂട്ടി എന്നല്ല, അതായത് വിഷ്ണു ചോദിക്കുന്നു 300, 200, 300 ആക്കിയതാര്? അത് നമ്മളാണ്. 300, 400 ആക്കിയതാരാണ്? അത് നമ്മളാണ്. ഇതെല്ലാം കാട്ടി കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം പറയുകയാണ്, മിനിസ്റ്റർ, കൂട്ടി എന്നല്ലേ പറയുന്നുള്ളൂ, കൊടുത്തു എന്ന് പറയുന്നില്ലല്ലോ. എന്തൊരു സാധാരണ മനുഷ്യന്റെ ഒരു അധ്വാനം. ഷാഫിയുടെയും വിഷ്ണുനാഥിന്റെ ഒരു വലിയ അധ്വാനത്തെ ഒരൊറ്റ പരാമർശം കൊണ്ട് അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണമാണ്. കാരണം 18 മാസത്തെ കുടിശ്ശിക വരുത്തിയവരും അത് 600 രൂപ കൊടുക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചവരും ഇത് വേണോ എന്ന് ചോദിച്ചവരുമാണ് ഇപ്പം ഈ പ്രചരണമായിട്ട് വരുന്നത്. അതേസമയത്ത് കൂട്ടുകയും കൊടുക്കുകയും ചെയ്തവരാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭരണം എന്നതാണ് ഇതിലെ സവിശേഷത. മാത്രവുമല്ല, ഈ കാലഘട്ടങ്ങളിൽ
ഇപ്പോൾ കൃത്യമായി ഓരോ മാസവും അവരുടെ വീടുകളിൽ അത് കിട്ടുന്നു എന്നുള്ളത് എത്രയോ പാവങ്ങൾക്ക് ആശ്വാസമാണ്. ഈ മഴക്കാലഘട്ടത്തിൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ, ഒരു ചായ കുടിക്കാൻ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതിനെ സഹായിക്കാൻ എല്ലാം ഇത് കൈ കിട്ടുമ്പോൾ ആ പാവങ്ങൾ അത് അവരുടെ മനുഷ്യ ജീവിതത്തിൽ ഒരു ഈ വാർദ്ധക്യകാലത്ത് എന്തൊരു അന്തസ്സാണ് യഥാർത്ഥത്തിൽ അവർക്ക് പകർന്നു നൽകുന്നത്. കാരണം ഈ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് കയറി ഇറങ്ങുക, എത്രയോ നിലകൾ കയറണം, അവരുടെ ശാരീരികാവസ്ഥകൾ വെച്ചത് കഴിയില്ല. സ്വന്തം വീട്ടിൽ പണം എത്തിക്കുന്ന ഒരു സേവനം, നാടിൻ്റെ ഒരു സേവനം, സർക്കാരിൻ്റെ സേവനം എന്ന് പറയുന്നത് ഈ മുമ്പ് പറഞ്ഞാൽ ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ വലിയ ഉത്തരവാദിത്വമാണ്. മറ്റൊരു പ്രാധാന്യം ഞാനിവിടെ കണ്ടത്, നമ്മുടെ മറ്റ് ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ളതിനേക്കാൾ ഗ്രാമപഞ്ചായത്തുകൾ മുൻകൈയെടുത്ത് ലൈഫ് പദ്ധതി ഏറ്റവും കൂടുതൽ നടപ്പിലാക്കി. അമരമ്പലം പഞ്ചായത്തിലാണ് അമരമ്പലം പഞ്ചായത്തിൽ 1000-ൽ പരം വീടുകൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വഴിക്കടവിൽ ഇന്നലെ പോയിരുന്നു, ആ വഴിക്കടവ് പഞ്ചായത്തിലും 1000-ൽ പരം വീടുകൾ കൊടുത്തിരിക്കുന്നു. കാരണം ഈ അന്തം വിട്ടുപോയി. നമ്മൾ അതേ സമയത്ത് കോട്ടയം മുനിസിപ്പാലിറ്റി UDF ഭരിക്കുന്നത് ഇത് ഒരു വീട് കൊടുക്കാൻ കൊടുത്ത കാശ് അവർ വിനിയോഗിച്ചില്ല. അങ്ങനെയുള്ള കൂട്ടരുള്ളപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ ഇവിടുത്തെ പഞ്ചായത്ത് ഇടതായിരുന്നാലും വലതായിരുന്നാലും സംസ്ഥാന ഗവൺമെൻറ് കൊടുത്ത പണം വിനിയോഗിച്ച് ഈ കാര്യത്തിൽ നല്ല രൂപത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ഭാവനാസമ്പന്നമായ പ്രവർത്തനങ്ങൾ ഗ്രാമതലങ്ങളിൽ നല്ല പ്രതികരണം ഉണ്ടാക്കി, കിടപ്പാടം ഉണ്ടാക്കി. അവർ പറഞ്ഞു, ഞങ്ങൾ കടത്തിണ്ണകളിലും മരച്ചുവട്ടിലും ബന്ധുവീടുകളിലും ഒക്കെ കഴിഞ്ഞവരെല്ലാം ഇന്ന് അന്തസ്സായി ആ വീട്ടിൽ കയറി കിടക്കുന്നു. ഇനി ഞങ്ങൾ പോയ കുടുംബ സദസ്സുകൾ ഒട്ടനവധി സ്ത്രീ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഹോദരിമാർ വന്നിരുന്ന് പറഞ്ഞു, ഞങ്ങൾക്കെല്ലാം കയറി കിടക്കാൻ ഒരിടം കിട്ടി, അതാണ് ഞങ്ങൾക്ക് തലചായ്ക്കാൻ ഇടം കിട്ടി. ഈ സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുമ്പം എത്രമാത്രം എഫക്റ്റീവായി വന്നിട്ടുണ്ട്, എത്രമാത്രം അത് വോട്ടർമാർ സ്വീകരിക്കുന്നു? താങ്കൾ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ നടത്തിപ്പുകാരനാവുകയും മത്സരിക്കുകയും ഒക്കെ വന്നിട്ടുള്ള ഒരാളാണല്ലോ. ഞാൻ ഇതുവരെ കണ്ട 979-ലെ 4 ഉപതെരഞ്ഞെടുപ്പുകൾ, തലശ്ശേരിയിലും പാറശാലയിലും തിരുവല്ലയിലും കാസർഗോഡും ഒക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പ് മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ മുതൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പോയിട്ടുള്ള ഒരു എളിയ പൊതുപ്രവർത്തകനാണ്. ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ പോയപ്പോൾ കണ്ട അനുഭവങ്ങളിൽ നിന്ന് ഏറ്റവും ആവേശകരമായ, അഭിമാനകരമായ ഒരു അന്തരീക്ഷം സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവർക്കും സ്വീകാര്യനായി, ഒരാക്ഷേപ നല്ല തെളിമയാർന്ന സ്ഥാനാർത്ഥിത്വം എല്ലാ മേഖലയിൽ നിന്നും. ഞാനത് എതിരാളികളുടെ വീട്ടിൽ പോയി രാഷ്ട്രീയ എതിരാളികളോട് ചോദിക്കുമ്പോൾ സ്വരാജ് കൊള്ളാം, മിടുക്കനാണ്, കൊള്ളാം. ആ രൂപത്തിലേക്കുള്ള പ്രതികരണങ്ങൾ യഥാർത്ഥത്തിൽ സാധാരണ ജനങ്ങളിൽ നിന്ന് പോലും, സ്വരാജിനെ കണ്ടിട്ടില്ലാത്തവരിൽ നിന്ന് പോലും വന്നിരിക്കുന്നു. വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളും അനുഭവത്തിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മികവാർന്ന വ്യക്തിത്വം, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി യുവജന രംഗത്തൂടി കടന്ന് ഇന്ന് കർഷക സംഘത്തിൻ്റെ ഉൾപ്പെടെ വർഗബഹുജന സംഘങ്ങളുടെ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ പടിപടിയായി പടി 18 കയറിയാണ് അദ്ദേഹം സന്നിധാനത്തിലേക്ക് വന്നിരിക്കുന്നത്. ദേവസ്വം മന്ത്രിയായി പടിപടിയായി ഉയർന്ന സന്നിധാനത്തിലേക്ക്. നല്ല 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 രസകരമായൊരു താരതമ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്ത തകരയല്ല സ്വരാജ്. അതുകൊണ്ട് രാഷ്ട്രീയ കേരളത്തിന് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത നമ്മുടെ വിദ്യാർത്ഥി യുവജനങ്ങൾ ഉൾപ്പെടെ നെഞ്ചേറ്റിയ ഏറ്റവും സമർത്ഥനായ സ്ഥാനാർത്ഥി, ഏറ്റവും വിനയാന്വിതനായൊരു വിപ്ലവകാരി, അതാണ് സ്വരാജ്. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിലേക്ക് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ്. വിനയാന്വിതനായ വിപ്ലവകാരി എന്ന് പറയുന്നതിൽ നമുക്കിങ്ങനെ സ്വരാജിനെ വരയ്ക്കാം. കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം ശൈല ടീച്ചർ പറഞ്ഞ പോലെ ഈ പ്രായമുള്ളവർക്കൊക്കെ ഒരു വലിയ വാത്സല്യമാണ്, ചെറുപ്പക്കാർക്ക് വലിയ ആവേശമാണ് സ്വരാജ്. അതെ, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ആ പ്രായമായവരുടെ മുമ്പിൽ എത്ര പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, കുചേലനാകട്ടെ, കുബേരനാകട്ടെ, അവരുടെ എല്ലാം മുമ്പിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം സമീപനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഉന്നതന്മാരോട് പ്രത്യേക മമതയോ അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ വിദ്വേഷമോ ആ ശൈലിയിലല്ല. എല്ലാവരെയും അദ്ദേഹം വശ്യമനോഹരമായ പെരുമാറ്റത്തിലൂടെ ഇടപെടുന്നവർക്ക് വിട്ടുപിരിയാനാവാത്ത സൗഹൃദം തീർക്കുന്ന മനസ്സിൻ്റെ ഉടമയാണ് സ്വരാജ് എന്നുള്ളത്. ഞാനൊരു കാര്യം ചോദിച്ചത്, ഇപ്പോൾ സ്വരാജിൻ്റെ പരന്ന വായന, എഴുത്ത്, പ്രഭാഷണം, പ്രസംഗം, ഈ നിലകളിലൊക്കെ അതേസമയം ജനപ്രതിനിധി എന്ന നിലയിൽ മികവോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ശേഷി അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ എങ്ങനെയാണ് UDFും BJPയും കൂടി കൈകോർത്തത് എന്നുള്ളത് തൃപ്പൂണിത്തുറയുടെ ഒരു അനുഭവമാണ്. അങ്ങനെയുള്ള ഒരു സ്വരാജിനെ കുറിച്ച്, കാരണം ഇപ്പുറത്ത് മിനിസ്റ്റർ ആണെങ്കിലും വളരെ ആഴത്തിൽ വായിക്കുന്നതാണ് ഈ തിരക്കുകൾക്കിടയിൽ പുസ്തക വായനയുടെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്വരാജും അങ്ങനെയുള്ളൊരു VN വാസവനും തമ്മിലുള്ള ഒരു കണക്ട് എങ്ങനെയാണ് ഞാൻ പുസ്തകങ്ങളുടെ ലോകത്ത് വെച്ച്? സ്വരാജിനെ പരിചയപ്പെട്ട കാലഘട്ടം തൊട്ട് എന്നും നല്ല സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, വിട്ടുപിരിയാനാവാത്ത ആഴത്തിലുള്ള മനസ്സും കോർത്ത് കേട്ടൊരു ബന്ധം ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് പോയിരിക്കുമ്പോഴും ഞങ്ങൾ അടുത്തടുത്തായിരിക്കും എപ്പോഴും. അപ്പോൾ ഏറ്റവും സൗഹൃദം, ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ ഏറ്റവും പുതിയ സിനിമകളെക്കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ പൊതു പ്രശ്നങ്ങളെക്കുറിച്ച്. എപ്പോഴും നല്ല നിലപാടും നിലവാരത്തിൽ നിന്നുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വരിക.
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ്. ഞാനും ഇഷ്ടപ്പെടുന്നത് എപ്പോഴും സംസ്കാര സമ്പന്നമായ ഒരു സമീപനമായിരിക്കണം പൊതുപ്രവർത്തകർക്ക് എപ്പോഴും ഉണ്ടാകുക. അത് രാഷ്ട്രീയമായ എതിരാളികളോട് പോലും നമുക്ക് ആ സ്നേഹവും ബഹുമാനവും സൗഹൃദവും നിലനിർത്തിക്കൊണ്ട് ആശയപരമായി നമുക്ക് പറയാനുള്ള നിർഭയമായി വിട്ടുവീഴ്ചയില്ലാതെ ആ കാര്യത്തിൽ നമ്മുടെ സമരമുഖത്ത് നിന്ന് പോരാടുകയും വേണം. ഏതായാലും ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കണക്കിൻ്റെയും കണക്കുകൂട്ടലിൻ്റെതുമാണ്. അത് രണ്ടും നിലമ്പൂരിൽ ഒത്തുവരുന്നുണ്ടോ? നിശ്ചയമായും ഇപ്പോൾ ഞാൻ കണ്ട അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ഇവിടെ കണ്ട വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വർഷങ്ങളായി ഒരു പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കാതിരുന്ന സാഹചര്യത്തിൽ പാർട്ടി അണികളിലുണ്ടായിട്ടുള്ള ആവേശവും ആഹ്ലാദവും അഭിമാനവും ഒന്ന് വേറെയാണ്. അതുകൊണ്ട് തന്നെ മുമ്പ് പല രൂപത്തിൽ ചിതറിപ്പോയവരെല്ലാം ഒരുമിച്ചിരിക്കുന്നു. ഒപ്പം അതോടൊപ്പം ഏറ്റവും നല്ല മികവാർന്നൊരു സ്ഥാനാർത്ഥി വന്നപ്പോൾ മറ്റേതെങ്കിലും തരത്തിൽ പരദൂഷണം പറയാനോ അല്ലെങ്കിൽ മറ്റെതിരാളികളെ വ്യക്തിപരമായി ആക്രമിക്കാനോ ഒന്നും വരാതെ സംസ്കാര സമ്പന്നമായ സമീപനം സ്വീകരിച്ച് ഒരു നാടിൻ്റെ ഇതിലേക്ക് വരുന്ന ഒരു അന്തരീക്ഷം. ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചില പ്രതികരണങ്ങൾ കേട്ടതിൽ ഞാൻ പറയുന്നു, നിലമ്പൂരിലെ ജനങ്ങൾ സ്നേഹവും വിശ്വാസവും അർപ്പിച്ച് ഒരാളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുത്തയച്ചു. ആ 5 വർഷത്തേക്ക് അർപ്പിച്ച സ്നേഹവും വിശ്വാസവും കളങ്കപ്പെടുത്തിയിരിക്കുന്നവരാണ്. ആ കളങ്കപ്പെടുത്തിയെന്ന് മാത്രമല്ല, ആ കളങ്കപ്പെടുത്തിയ ആളിനെ പ്രയോജനപ്പെടുത്തി ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ UDF ശ്രമിച്ചിരിക്കുന്നു. ഇവർ രണ്ടു കൂട്ടരും ചേർന്ന് നടത്തിയ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് ജനങ്ങളുടെ മേലിൽ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചത്. ആ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഈ കർക്കിടമാസം കാലഘട്ടത്തിൽ ഈ പ്രതികൂല സാഹചര്യത്തിൽ ഇത്തരം വിഷമം സഹിക്കാൻ ജനങ്ങൾക്ക് ഇടവന്നതും ഈ നാടിനെ അപമാനിച്ചതും യഥാർത്ഥത്തിൽ ജനങ്ങളർപ്പിച്ച സ്നേഹവും വിശ്വാസവും കളഞ്ഞു പൊളിച്ചവരും അവരെ സഹായിച്ചു വരിക. അതുകൊണ്ട് തന്നെ വോട്ടർമാരിലും പൊതുവിൽ ഇവിടുത്തെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന വോട്ടർമാരിലും ഉയർന്നു വരുന്നത് നിലമ്പൂരിനെ കളങ്കപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്ത ഒരു സ്വീറ്റ് റിവെഞ്ച്, ഒരു മധുരപ്രതികാരം എന്ന രൂപത്തിൽ പോളിംഗ് സ്റ്റേഷനിൽ പോകുമ്പോൾ അതിന് ആയുധോ കത്തിയോ കടാരിയോ ഒന്നും വേണ്ട. മധുരപ്രതികാരം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ചതിയുടെ കഥ. അതെ, ആ ചതിയുടെ രൂപത്തിൽ വന്നുകൊണ്ട് തന്നെ ആ ഒരു ബോധം ജനങ്ങളിൽ കാണുന്നുണ്ട്. ആ മധുരപ്രതികാരം വീട്ടാൻ ഏറ്റവും നല്ലത് ബാലറ്റുകളെ ബുള്ളറ്റുകളാക്കുകയാണ്. ബൂത്ത് ചെല്ലുമ്പോൾ ബാലറ്റുകൾ ബുള്ളറ്റുകളാവുന്നത്. അപ്പോൾ അത് കൃത്യമായി പറഞ്ഞാൽ ശത്രു വരെ സംഭരിക്കാൻ കഴിയും. ആ ഒരു ട്രെൻഡ് ഇപ്പോൾ ഇതാ നിലമ്പൂർ മണ്ഡലത്തിൽ അഞ്ഞു വീശുന്നു എന്നതാണ്. മലയോര പ്രദേശത്ത് പടിഞ്ഞാറൻ കാറ്റ് വരുന്ന പോലെ തന്നെ കിഴക്കൻ കാറ്റും വരുമ്പോൾ ആ കാറ്റിൽ എല്ലാത്തിനും ഒരു ഇടതുപക്ഷ മണമാണ് വരുന്നത്, സ്വരാജിൻ്റെ മണമാണ് വരുന്നത്. ഇടത് ട്രെൻഡ്, നിലമ്പൂരിൽ ഇടത് ട്രെൻഡ് എന്ന ഒരു രാഷ്ട്രീയ കാഴ്ച, ഒരു അനുഭവത്തെക്കുറിച്ചാണ് മന്ത്രി സംസാരിച്ചത് ഇത്രയും നേരം. സന്തോഷം. ഇതെല്ലാം രാവിലെ തെരഞ്ഞെടുപ്പ് തിരക്കുകളിലേക്കാണല്ലോ. സന്തോഷം. അപ്പോൾ ശരി മനു, ഞാൻ അദ്ദേഹത്തെ കോട്ടയത്തേക്കല്ല വിടുന്നത്, നിലമ്പൂരിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇന്ന് അദ്ദേഹത്തിന് തിരക്കുകളുണ്ട്, അതിലേക്ക് പോവുകയാണ്. കോട്ടയംകാർ എവിടെ പോയാലും വെട്ടിപ്പിടിച്ചേ വരുള്ളൂ. മനു കീഴടക്കി പോലെ തന്നെ ഖത്തറിൽ പോയി വേൾഡ് കപ്പിനെ അതുകൊണ്ട് നമുക്ക് ഇവിടെയും ഇവർ രണ്ടുപേരും എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മളോടൊപ്പം വരുന്നവരാണ്. അപ്പോൾ ശരി, നമുക്കപ്പോൾ അദ്ദേഹത്തെ മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പരിപാടികൾക്കായിട്ട് വിടാം അല്ലേ? ശരി, തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇതിൽ പരം നല്ലൊരു വിശദീകരണം ഒരു തെരഞ്ഞെടുപ്പിന് ആവശ്യമുണ്ടോ? ബാലറ്റുകളെ ബുള്ളറ്റുകളാക്കുക. കണ്ടില്ലേ ഞങ്ങൾ കോട്ടയംകാർ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ലളിതമായ ഭാഷയിൽ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തത്. പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വളരെ ലളിതമായി നിലമ്പൂരിനെ അങ്ങ് രാവിലെ വിശദീകരിച്ചു എന്നാണ്. ശരി മനു. ശരി, അപ്പോൾ ഓക്കെ, താങ്ക് യു.